ബൈബിൾ പഠന മാർഗനിർദ്ദേശങ്ങൾ ഭാഗം 5. ജീവസന്ദേശം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ദൈവവചനം തന്റെ പ്രമോദമാക്കിയിരുന്ന ഭക്തൻ പാടിയതാണ് ഞാൻ ഉദ്ധരിച്ചത്. ദൈവവചനമാകുന്ന വിശുദ്ധ ബൈബിളിനെ കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈബിളിന്റെ പ്രാധാന്യം, ബൈബിൾ ദൈവത്തിൽ നിന്നും വന്നതാണ് എന്നിത്യാദി കാര്യങ്ങൾ നാം കണ്ടുകഴിഞ്ഞു. ദൈവവചനം നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുകൂടി നമുക്ക് നോക്കാം. ഇന്നത്തെ നമ്മുടെ വിഷയം അതത്രേ. ദൈവവചനം എങ്ങനെ പഠിക്കാം. ദൈവവചനം പഠിക്കാത്തതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ പരാജയം. ദൈനംദിന ജീവിതത്തിൽ ദൈവവചനം എങ്ങനെയാണ് ഉപമിച്ചിരിക്കുന്നത് എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി. ഏറിയ പങ്കിനും അതിന്റെ പ്രാധാന്യം അറിയില്ല, അതായത് ബൈബിളിന്റെ പ്രാധാന്യം. ഇന്ന് യുവജനങ്ങളുടെ ഇടയിലെ പ്രശ്നത്തിന് കാരണം എന്താകുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് ദൈവവചനം അറിയില്ല എന്നുള്ളതാണ്. മാതാപിതാക്കന്മാർ അതിനുവേണ്ടി സമയമെടുത്തില്ല, അല്ലെങ്കിൽ താല്പര്യപ്പെട്ടില്ല. തെറ്റെന്താ ശരിയെന്താ എന്ന് വ്യക്തമായി അറിയാൻ പാടില്ലാത്ത ഒരു യുവതലമുറ, പാപവുമായി എത്ര അടുത്തിടപഴകിയാലും സാരമില്ല എന്ന് ചിന്തിക്കുന്ന തലമുറ. ഇതിന്റെ കാരണം ദൈവവചനം അറിയില്ല എന്നതത്രേ. കുടുംബമായി ദൈവവചനം പഠിക്കുകയും സഭയിൽ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഭവനങ്ങളിൽ കുഞ്ഞുങ്ങൾ വഴിതെറ്റാറില്ല. ബൈബിൾ പലർക്കും ആരാധിക്കുവാനുള്ള ഒരു ഗ്രന്ഥമാകുന്നു. അത് തെറ്റാകുന്നു സുഹൃത്തെ. ബൈബിളിനെ അല്ല ആരാധിക്കേണ്ടത്, ബൈബിളിലെ കർത്താവിനെയാണ് ആരാധിക്കേണ്ടത്. ഈ പുസ്തകത്തെ ആരാധിക്കുന്നത് കൊണ്ടായിരിക്കും പലരും ആരാധനയ്ക്ക് പോകുമ്പോൾ ഇത് കൊണ്ടുപോകാത്തത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അല്ല, ആരാധനയിൽ അതിന്റെ ആവശ്യവുമില്ലല്ലോ, ഇല്ലേ? ആരും വായിക്കാറില്ല. ഒരു വലിയ പങ്ക് ക്രിസ്തീയ ഭവനങ്ങളിലും ബൈബിൾ വെച്ചിരിക്കുന്നത് പിശാച് അടുക്കാതിരിക്കുവാനാണ്, പേടി കിട്ടാതിരിക്കുവാൻ. പ്രിയ സുഹൃത്തെ, അതുകൊണ്ടൊന്നും ഒരു വിശേഷവുമില്ല. ദൈവവചനം വായിക്കുവാനുള്ളതാണ്, പഠിക്കുവാനുള്ളതാണ്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുവാനുള്ളതാണ്. ഈ ജീവസന്ദേശം പരിപാടി ക്രമമായി ശ്രദ്ധിച്ചതിന് ശേഷം അനേകരും കത്തെഴുതി എന്നോട് പറയാറുണ്ട്, ഈ പഠനം മൂലം ഞങ്ങളുടെ കുടുംബത്തിൽ രൂപാന്തരമുണ്ടായി, എന്റെ ജീവിതത്തിൽ രൂപാന്തരമുണ്ടായി എന്നൊക്കെ. അതേ സഹോദര, ഈ വചനം വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ഈ പ്രക്ഷേപണം ചെയ്യുന്നതിന്റെ ഒരേ ഒരു ഉദ്ദേശം ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരും അനുഗ്രഹം പ്രാപിക്കണം എന്നത് മാത്രമാണ്. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന കുടുംബങ്ങളിൽ അനുഗ്രഹമുണ്ടാകണം. ദൈവം താങ്കളെ സ്നേഹിക്കുന്നതിനാൽ, ഞാൻ താങ്കളെ സ്നേഹിക്കുന്നതിനാൽ ഈ അവസരം ലഭ്യമായി. ഈ പ്രക്ഷേപണം മാത്രം കൊണ്ട് തൃപ്തിപ്പെടാതെ ദൈവവചനം സ്വയമായി പഠിക്കുവാനും സമയമെടുക്കണം. റേഡിയോയിലൂടെ ഞാൻ എത്ര പഠിപ്പിച്ചാലും താങ്കൾ സ്വയം പഠിക്കുന്നതിനൊപ്പം പ്രയോജനപ്പെടില്ല. ചില മാർഗനിർദ്ദേശങ്ങൾ തരുവാൻ മാത്രമേ എന്നെക്കൊണ്ട് സാധിക്കൂ. നിങ്ങളുടെ ഭക്ഷണത്തിനായി എന്നും മീൻ കൊണ്ടു തരുവാൻ എന്നെക്കൊണ്ടാവില്ല. എന്നാൽ മീൻ പിടിക്കുവാൻ നിങ്ങളെ ഞാൻ പഠിപ്പിക്കാം. പിന്നെ വല്ലവരെയും നോക്കിയിരിക്കേണ്ടതില്ലല്ലോ. വെള്ളമുള്ളിടത്ത് പോയി, മീനുള്ളിടത്ത് പോയി മീൻ പിടിച്ചാൽ പോരാ. ബൈബിൾ പഠനം താങ്കളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഒഴിച്ചുകൂടാത്ത ഒരു സംഗതിയാകട്ടെ. അങ്ങനെ താങ്കൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. അതിനുവേണ്ടി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവവചനം പഠിക്കുവാനുള്ള സംവിധാനമുണ്ടാകണം. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഓരോരുത്തരുടെയും, ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരുടെയും ജീവിതത്തിൽ വ്യക്തിപരമായി ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും ഉള്ള ഒരു ശാന്ത സമയം എന്നും രാവിലെയോ വൈകിട്ടോ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഈ ശാന്ത സമയം അല്ലെങ്കിൽ ക്വയറ്റ് ടൈം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും ഞാൻ അടുത്ത ചില ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതാണ്. ദൈവവചനവുമായി ബന്ധപ്പെട്ട് നാം ഓരോരുത്തരും ഓർത്തിരിക്കേണ്ട ഏതാനും മാർഗനിർദ്ദേശങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ നിർദ്ദേശങ്ങളെ അനുസരിക്കുമെങ്കിൽ താങ്കളുടെ ഹൃദയത്തിലും ജീവിതത്തിലും അനുഗ്രഹം ഉണ്ടാകുന്നതായിരിക്കും. തിരുവചന പഠനത്തിൽ തീർച്ചയായും ഈ മാർഗദർശനങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇന്ന് നാം കടയിൽ പോയി എന്ത് വാങ്ങിച്ചെന്നാലും അതിന്മേലൊക്കെ ഉപയോഗിക്കേണ്ട വിധം എങ്ങനെ എന്നെഴുതിയിരിക്കുമല്ലോ. ഒരു കുപ്പി മരുന്നാണെങ്കിൽ അതിന്മേൽ കാണും. കുട്ടികൾക്കൊരു കളിപ്പാട്ടമാണെങ്കിൽ അതിന്മേൽ കാണും. ഈ ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന സാധനങ്ങളുടെ കാര്യത്തിൽ അത് ശരിയാണെങ്കിൽ മനുഷ്യജീവിതത്തിലെ അതിപ്രധാനമായ ദൈവവചന പഠനത്തിന് ഏതാനും വഴികളും നിർദ്ദേശങ്ങളും നൽകാതിരിക്കുമോ? ലളിതവും
പ്രായോഗികവുമായ 7 മാർഗങ്ങൾ അല്ലെങ്കിൽ പടികൾ ദൈവവചന പഠനത്തിനായി നിർദ്ദേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനോടുകൂടി ചിലതും കൂടി ചേർക്കുവാൻ താങ്കൾക്ക് കഴിഞ്ഞെന്ന് വന്നേക്കാം. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് ഈ 7 എണ്ണം പ്രാഥമികമായിട്ടുള്ളതാകുന്നു എന്നത്രേ, പ്രധാനപ്പെട്ടതാണ്. ഒന്നാമതായി, പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുക. പ്രകാശിപ്പിക്കൽ എന്ന വിഷയം നാം മുൻപ് പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കിയത് ഓർക്കുന്നുണ്ടോ? അതായത്, വിശുദ്ധ ബൈബിൾ മറ്റു പുസ്തകങ്ങളെ പോലെ അല്ല. ഇത് മനസ്സിലാക്കുന്നതിനായി നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ തുറക്കുവാൻ പരിശുദ്ധാത്മാവിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന്. താങ്കൾക്ക് ഫിലോസഫിയുടെ ഒരു പുസ്തകം എടുക്കാം. ഒരു മനുഷ്യൻ എഴുതിയ പുസ്തകമാകുന്നു അതെങ്കിൽ ഏതൊരു മനുഷ്യനും അത് മനസ്സിലാക്കാം. ഗണിതശാസ്ത്രത്തിന്റെ കാര്യത്തിലും വേറെ ഏതൊരു വിഷയത്തിന്റെ കാര്യത്തിലും അതുപോലെ സത്യമാകും. ഒരു മനുഷ്യനാൽ എഴുതപ്പെട്ടിട്ടുള്ള ഏതൊരു പുസ്തകവും മറ്റേതൊരു മനുഷ്യനും മനസ്സിലാകാത്തതായി ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ബൈബിൾ ഈ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമാണ്. പരിശുദ്ധാത്മാവ് അധ്യാപകനായിരിക്കാത്തിടത്തോളം കാലം ബൈബിൾ മനസ്സിലാക്കുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന വിധം അത് മനസ്സിലാക്കുവാൻ ആരാലും സാധ്യമല്ല. അവിടുന്ന് നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ വിഷയത്തിലെ സത്യം എന്തെന്നാൽ നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞു, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും എന്ന്. യോഹന്നാൻ 16:13. ദൈവവചനം പഠിക്കുവാനായി നാം തുറക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് നാം ആരംഭിക്കണം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് മോശയുടെ ന്യായപ്രമാണത്തിന്റെ കാര്യമായിരുന്നു എന്നത് തീർച്ചയാണ്. എന്നാൽ ഇന്ന് നാം അതിനേക്കാൾ വിശാലമായി 66 പുസ്തകങ്ങൾ അടങ്ങിയ ദൈവവചനം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം പ്രാർത്ഥിക്കുവാൻ. നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. എഫെസിലെ വിശ്വാസികൾക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചപ്പോൾ അവൻ അവരുടെ ആരോഗ്യത്തിനു വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്. വേറൊരവസരത്തിൽ പ്രാർത്ഥിച്ച് കാണുമായിരിക്കും. അവർ വലിയ ധനികരാകണമെന്നും അവൻ പ്രാർത്ഥിച്ചില്ല. അവൻ ഒരിക്കലെങ്കിലും അങ്ങനെ ചെയ്തോ എന്നെനിക്കറിയില്ല. പിന്നെയോ എഫേസ്യർക്കു വേണ്ടിയുള്ള പൗലോസിന്റെ ആദ്യത്തെ പ്രാർത്ഥന അവർക്കുള്ള പൗലോസിന്റെ ചെറിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാകുന്നു: അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്തു എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ടും. എഫേസ്യർ 1:15-16. ഇനിയും പൗലോസ് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ഇവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. എഫെസ്യ ലേഖനം 1:17-18 വാക്യങ്ങൾ. അവർക്ക് വേണ്ടിയുള്ള വിശുദ്ധ പൗലോസിന്റെ പ്രാർത്ഥന എന്താകുന്നു എന്ന് ശ്രദ്ധിച്ചോ? അവർക്ക് പരിജ്ഞാനവും അവനെക്കുറിച്ചുള്ള അറിവിന്റെ വെളിപ്പാടും ഉണ്ടാകുവാൻ പൗലോസ് പ്രാർത്ഥിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവർ ദൈവവചനം അറിയണം എന്നത്രേ. അവരുടെ അറിവിന്റെ മനസ്സിലാക്കുവാനുള്ള കഴിവിന്റെ കണ്ണുകൾ പ്രകാശിക്കണമെന്ന്. അങ്ങനെ ക്രിസ്തുവിലുള്ള അവരുടെ വിളിയുടെ ആശ ഇന്നതെന്ന് അവർ തിരിച്ചറിയണം. വിശുദ്ധ പൗലോസിന്റെ പ്രാർത്ഥന അതായിരുന്നു. ആരെങ്കിലും എന്നെ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ടെങ്കിൽ അവർ എനിക്ക് വേണ്ടി ഇതുപോലെ പ്രാർത്ഥിക്കണം എന്നത്രേ ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് എന്റെ ആത്മീയ കണ്ണുകൾ തുറക്കണം. ഇന്ന് താങ്കൾക്കും എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായുള്ളത് ദൈവഹിതം അറിയുക എന്നതത്രേ. എന്താണ് ദൈവഹിതം? ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അധ്യാപകനാകാതെ ദൈവവചനം അറിയുവാൻ മനസ്സിലാക്കുവാൻ നമുക്ക് സാധ്യമല്ല. കൊരിന്ത്യർക്ക് ആദ്യ ലേഖനം എഴുതുമ്പോൾ വിശുദ്ധ പൗലോസ് അതത്രേ പറയുന്നത്. 1 കൊരിന്ത്യർ 2:12-14 വരെയുള്ള വാക്യങ്ങളിൽ. അനേകരും ബൈബിൾ വായിച്ചാൽ തങ്ങൾക്ക് യാതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് എന്നോട് പറയാറുണ്ട്. പിന്നെ ഒരു ചടങ്ങ് നിർവഹിക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു ഭാഗം വായിച്ചു വിടും, അത്രമാത്രം. എന്തുകൊണ്ടാണ് ദൈവവചനം നമുക്ക് അർത്ഥവത്താകാത്തതെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുവാൻ നാം അനുവദിക്കുന്നില്ല എന്നതത്രേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവും നാം നൽകുന്നില്ല. തിരുവചനം വായിക്കുമ്പോൾ ദൈവാത്മാവിന് വിധേയപ്പെട്ടുകൊണ്ടാണോ താങ്കൾ വായിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തന്നിട്ടുള്ള കാര്യങ്ങൾ നാം അനുസരിച്ചിട്ടുണ്ടോ?
മറ്റേതൊരു പുസ്തകത്തിൽ നിന്നും വ്യത്യസ്തമാണ് ദൈവത്തിന്റെ വചനം. അതിന് കാരണം പ്രാകൃത മനുഷ്യന് ഈ കാര്യങ്ങളെ അംഗീകരിക്കുവാൻ സാധ്യമല്ല. അവന് ഈ പറയുന്നതെല്ലാം ഭോഷത്വമാകുന്നു. ദൈവത്തിൽ നിന്നും നമുക്ക് സൗജന്യമായി നൽകപ്പെട്ട കാര്യങ്ങളെ അറിയുവാനായി, ഗ്രഹിക്കുവാനായി ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. അവിടുന്ന് മാത്രമാണ് നമ്മുടെ അധ്യാപകൻ. ദൈവവചനമെടുത്ത് നമുക്ക് യാഥാർത്ഥ്യവും ജീവനുള്ളതുമാക്കി തരുവാൻ അവനെക്കൊണ്ട് മാത്രമേ സാധിക്കൂ. തന്റെ എഴുതപ്പെട്ട വചനത്തിലൂടെ നാമുമായി സമ്പർക്കം പുലർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു സുഹൃത്തെ. എന്നാൽ ഇതൊരു അമാനുഷികമായ പുസ്തകമാകുന്നു. സ്വാഭാവികമായ തലത്തിൽ ഇത് നമ്മോട് ആശയവിനിമയം നടത്തില്ല. അതിന്റെ കാരണം ക്രിസ്തുവിനുള്ള കാര്യങ്ങൾ എടുത്ത് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ഈ കാര്യം നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. ഇതിനു മുൻപ് നാം പല പ്രാവശ്യം ചിന്തിച്ചതാണെങ്കിൽ തന്നെ ഈ വളരെ ശ്രദ്ധേയമായ വാക്യം ഒന്ന് നോക്കിക്കേ. 1 കൊരിന്ത്യർ 2:11. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും. അതുകൊണ്ടും തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. ദൈവാത്മാവ് നമ്മുടെ അധ്യാപകനായിരിക്കേണ്ടതിന്റെ കാരണം വളരെ ചുരുക്കമായും മനസ്സിലാകത്തക്ക വിധവും ഈ വാക്യത്തിൽ വിവരിച്ചിരിക്കുന്നു. നമുക്ക് മനുഷ്യർക്ക് തമ്മിൽ മനസ്സിലാക്കുവാൻ കഴിയും, എന്നാൽ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. തലമുറകളുടെ വിടവ് എന്ന ഉപാധി പറഞ്ഞ് പ്രായം കൂടിയവർക്ക് ഇന്നത്തെ തലമുറയെ മനസ്സിലാക്കുവാൻ സാധിക്കില്ല എന്ന് വാദിക്കുന്നത് വെറും മണ്ടത്തരമാകുന്നു. ഒരു വൃദ്ധനും യുവാവും തമ്മിൽ ചേരുകയില്ല എന്നത് ഇന്നത്തെ പ്രശ്നമാണെങ്കിൽ തന്നെ നമുക്ക് തമ്മിൽ ആശയവിനിമയം നടത്താമില്ലേ? കാരണം നാം എല്ലാം മനുഷ്യരാണ്. നമുക്ക് അന്യോന്യം മനസ്സിലാക്കാം. എന്നാൽ ഉള്ളത് പറയണമല്ലോ, ദൈവം തന്നെ തന്നെ എനിക്ക് വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ എനിക്ക് അവനെ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ഒരു ശവസംസ്കാര ശുശ്രൂഷ സമയത്ത് അവന്റെ മനോഭാവം എന്തായിരിക്കുമെന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. എന്നാൽ ലാസറിന്റെ മരണസമയത്ത് നമ്മുടെ കർത്താവ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ അവൻ കണ്ണുനീർ വാർത്തു. അതുപോലൊരു അവസ്ഥയിൽ അവൻ എങ്ങനെയായിരിക്കുമെന്ന് എനിക്കിപ്പോൾ അറിയാം. പല രംഗത്തും അവന്റെ മനോഭാവം എന്തായിരിക്കും എന്നെനിക്കറിയാം. കാരണം ദൈവത്തിന്റെ ആത്മാവ് ദൈവവചനത്തിലൂടെ അതെനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. വേറൊരാളെ മനസ്സിലാക്കുവാൻ നമുക്ക് എത്ര പെട്ടെന്ന് സാധിക്കും? വേണ്ടെന്ന് വെച്ചിട്ടാണ് പലപ്പോഴും നാം തെറ്റിദ്ധരിക്കുന്നത്, ഇല്ലേ? മനുഷ്യരായ നമുക്ക് അന്യോന്യം മനസ്സിലാക്കാം. എന്നാൽ ദൈവത്തെ ആർക്കാണ് മനസ്സിലാകുക? ദൈവാത്മാവിന് മാത്രമേ അത് സാധിക്കൂ. അതാണ് ആത്മീക കാര്യങ്ങളെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ദൈവാത്മാവ് ആത്മീക കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. റീനാൻ എന്ന ഫ്രഞ്ച് സംശയവാദി, യുക്തിവാദി എന്ന് നാം വിശേഷിപ്പിക്കുമല്ലോ, അങ്ങനെയുള്ള സംശയവാദി ദൈവവചനത്തിന്മേൽ ഒരാക്രമണം നടത്തി. എങ്കിലും ക്രിസ്തുവിന്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. ക്രിസ്തുവിന്റെ ജീവചരിത്രം എഴുതിയ ആ പുസ്തകം 2 ഭാഗമായി തിരിച്ചിരിക്കുന്നു. ഒന്ന് ചരിത്രഭാഗവും മറ്റേത് ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ വ്യാഖ്യാനവും. ആദ്യത്തെ ഭാഗത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്ര സാമർഥ്യത്തോടെ ക്രിസ്തുവിന്റെ ജീവചരിത്രം എഴുതിയിട്ടുള്ള ഒരു പുസ്തകം ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. അത്ര മനോഹരമാണ്. ക്രിസ്തുവിന്റെ ജീവിതത്തെ ചിത്രീകരിക്കുന്ന ഇന്നത്തെ പല ചലച്ചിത്രങ്ങളും പോലെ മഹത്തായ ഒരു ഭാഗം അത്രേ റെനന്റെ പുസ്തകത്തിന്റെ ആദ്യ ഭാഗം. എന്നാൽ അവൻ എഴുതിയ 2ാം ഭാഗം വെറും അസംബന്ധമാകുന്നു, യുക്തിഹീനം, മണ്ടത്തരം. 12 വയസ്സുള്ള ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥി ഇതിലും ഭംഗിയായി എഴുതിയേനെ. എന്താണ് ഈ പരാജയത്തിന്റെ വിശദീകരണം എന്നറിയാമോ? റെനന് വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണോ? അയാൾക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടാണോ? ഒരിക്കലുമല്ല. ലോകപ്രകാരം വലിയ ജ്ഞാനി, ഭയങ്കര അറിവുള്ളവൻ. ലോകപ്രകാരം ഈ പറഞ്ഞതെല്ലാം ആ മനുഷ്യന് വളരെയുണ്ട്. ആ മനുഷ്യന് ദൈവത്തിന്റെ ആത്മാവില്ല എന്നുള്ളതാണ് സത്യം. ദൈവത്തിന്റെ ആത്മാവ് താങ്കളെ ചരിത്രം പഠിപ്പിക്കുകയില്ല. എന്തെങ്കിലും വസ്തുതകൾ തന്നിട്ട് താങ്കൾ സ്വയം ഗവേഷണം നടത്തി കണ്ടുപിടിക്കുവാൻ ആവശ്യപ്പെടുകയുമില്ല. എന്നാൽ വ്യാഖ്യാനം തികച്ചും വ്യത്യസ്തമാണ്. ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ വ്യാഖ്യാനിക്കുവാൻ കഴിയൂ. ദൈവവചനം വ്യാഖ്യാനിക്കുവാൻ, സകല സത്യത്തിലും നമ്മെ നടത്തേണ്ടതിന് അവൻ മാത്രമായിരിക്കണം നമ്മുടെ അധ്യാപകൻ. കാണേണ്ടതിനായി നമ്മുടെ കണ്ണുകളെ തുറക്കേണ്ടതിനായി നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ ആത്മാവില്ലാതെ ദൈവവചനം സത്യമായി വ്യാഖ്യാനിക്കുവാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നത് അബദ്ധമാണ്. ഏതാത്മാവിനാൽ എഴുതപ്പെട്ടുവോ അതേ ആത്മാവിനാൽ ദൈവവചനം വ്യാഖ്യാനിച്ചു കിട്ടുവാൻ വേണം നാം പ്രാർത്ഥിക്കേണ്ടത്. അവിടെയാണ് പ്രാർത്ഥന.
ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായം ആവശ്യപ്പെടുവാൻ നമ്മോട് പറഞ്ഞിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിൽ യേശു കർത്താവും പറയുന്നത് അതുതന്നെയാണ്. നാം അപേക്ഷിക്കണം. നമുക്കായി അവങ്കൽ അനേകം കാര്യങ്ങളുണ്ട്. നമ്മുടെ അധ്യാപകനായിരിക്കുവാൻ പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ചു. വീണ്ടും 14 അധ്യായത്തിൽ അവൻ പറയുന്നത്, എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. പരിശുദ്ധാത്മാവാണ് നമ്മുടെ അധ്യാപകൻ. നമ്മെ സകല സത്യത്തിലും വഴി നടത്തുന്നവൻ അവനായിരിക്കണം. അവനെ കൂടാതെ ദൈവകാര്യങ്ങൾ ഒന്നും ഗ്രഹിക്കുവാൻ നമുക്ക് സാധ്യമല്ല എന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ സുഹൃത്തെ. ഞാൻ പറയട്ടെ, ഈ ബൈബിൾ പഠന പരിപാടിയിലൂടെ താങ്കൾ എന്തെങ്കിലും പഠിച്ചെന്നാൽ അതൊരിക്കലും ഈ പാവം പ്രസംഗകൻ അധ്യാപകനായിരിക്കുന്നതിനാലല്ല. ഞാൻ താഴ്മ കൊണ്ട് പറയുന്നതല്ല കേട്ടോ, സത്യം അതാണ്. സത്യം പറഞ്ഞാൽ മതിയല്ലോ അല്ലേ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനം താങ്കൾക്കായി തുറന്നു തരുന്നതിനാലാണ് താങ്കൾക്ക് പഠിക്കുവാൻ സാധിക്കുന്നത്, മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കൂ എന്ന കാര്യം ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് ദൈവവചന പഠനത്തിനുള്ള അതിപ്രധാനവും പ്രഥമവുമായ മാർഗനിർദ്ദേശം പ്രാർത്ഥനയോടെ ആരംഭിക്കുക എന്നുള്ളതാണ്. അത്രയേ ഉള്ളോ എന്ന് താങ്കൾ ചിന്തിച്ചാൽ ഞാൻ പറയട്ടെ, അത്ര തന്നെ ഉണ്ട്. ദൈവത്തിന്റെ ആത്മാവ് താങ്കളുടെ അധ്യാപകനായിരിക്കുവാൻ അപേക്ഷിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, യാചിക്കണം. പ്രാർത്ഥിക്കാതെ ഒരിക്കലും ദൈവവചന പഠനം ആരംഭിക്കരുതെന്ന് വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവവചനം വായിക്കുവാൻ തുടങ്ങുന്നതിന് മുൻപ് നാം ഒരു വാക്കിലെങ്കിലും പ്രാർത്ഥിച്ചിരിക്കണം. ദൈവവചനത്തിനു മുൻപിൽ നാം പൂർണ്ണമായും വിധേയപ്പെടേണ്ടതാണ്. ഒരുക്കമില്ലാതെ ദൈവവചനം വായിച്ചാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമതായി ദൈവവചന പഠനത്തിനുള്ള ഒന്നാമത്തെ മാർഗനിർദ്ദേശം പ്രാർത്ഥനയോടെ ആരംഭിക്കുക. രണ്ടാമതായി തിരുവചനം വായിക്കുക. നിങ്ങൾ ഇപ്പോൾ ചിരിച്ചു കാണുമില്ലേ? അത്രയുള്ളോ? ഇതാണോ വലിയ പഠനമായി കൊണ്ടുവരുന്നത്? ഇത് തീരെ ലളിതമായി പോയി എന്നായിരിക്കും അല്ലേ? അത് അങ്ങനെ തന്നെ വേണമല്ലോ. ലളിതമല്ലേ വേണ്ടത്? വായിക്കാതെ എങ്ങനെ പഠിക്കുവാനാണ്? അനേകരും ദൈവവചനം വായിക്കാതെ പഠിക്കുവാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ വല്ലവരും വല്ലയിടത്തുമൊക്കെ പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ബഹുഭൂരിപക്ഷത്തിനും ഉള്ളൂ. ശരിയല്ലേ? ബൈബിൾ പറയുന്നത് എന്താകുന്നു എന്ന് താങ്കൾക്കറിയണമോ? ബൈബിൾ വായിക്കുക. ഏതൊരു അധ്യാപകൻ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലായി താങ്കൾ സ്വയമായി ദൈവവചനം വായിച്ച് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താകുന്നു എന്ന് ഗ്രഹിക്കണം. താങ്കൾ ഒരു ദിവസം എത്ര സമയം ദൈവവചനം വായിക്കാറുണ്ട്? ഡോക്ടർ ജി കാംഫെൽ മോർഗൻ എന്ന വേദപണ്ഡിതൻ ബൈബിളിനെക്കുറിച്ചുള്ള അനേകം അതിമഹത്തായ ഭാഷ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ദൈവവചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും സഹായകമായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് ഈ പറഞ്ഞത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ബൈബിളിലെ ഏതെങ്കിലും ഒരു പുസ്തകത്തിന്റെ വിവരണം എഴുതുവാൻ അദ്ദേഹം പേന കടലാസിൽ തൊടുന്നതിനു മുൻപ് ആ പ്രത്യേക പുസ്തകം മുഴുവൻ 50 പ്രാവശ്യമെങ്കിലും വായിച്ചു കഴിഞ്ഞിരിക്കും എന്നത്രേ. എത്ര മനോഹരമല്ലേ? അതുകൊണ്ട് ഒരു പുസ്തകം 3 പ്രാവശ്യം വായിച്ചു എന്ന് കണ്ട് അത് കൂടുതലാണെന്ന് ചിന്തിക്കുകയും മുഷിഞ്ഞു പോവുകയും വേണ്ട കേട്ടോ. ദൈവവചനം എത്രയധികം വായിക്കാമോ അത്രയധികം പ്രാവശ്യം വായിക്കുക. ആദ്യം വായിച്ചപ്പോൾ മനസ്സിലായില്ല എങ്കിൽ രണ്ടാമത് വായിക്കുക. രണ്ടാമത് വായിച്ചപ്പോൾ മനസ്സിലായില്ല എങ്കിൽ മൂന്നാമത് വായിക്കുക. മൂന്നാമത് വായിച്ചിട്ട് മനസ്സിലായില്ല എങ്കിൽ പിന്നെയും വായിക്കുക. 150 പ്രാവശ്യം വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ 151 വീണ്ടും വായിക്കുക. തുടർച്ചയായി വായിക്കുക. മടുത്തുപോകാതെ വായിക്കുക. ദൈവവചനത്തിലെ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് ലഭിച്ചേ മതിയാകൂ. വായിക്കാതെ അതൊരിക്കലും ലഭിക്കുകയില്ല. ഈ ശീലം നാം ഒരിക്കലും വിട്ടുകളയരുത്. എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഇരിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് ദൈവവചനം വായിക്കുക. ഓരോ പുസ്തകവും പഠിക്കുവാൻ തുടങ്ങുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കാറുണ്ട്, ആ പുസ്തകം മുഴുവൻ ഒറ്റയിരുപ്പിൽ വായിക്കുക. അതുതന്നെ മുൻപോട്ട് പഠിക്കുമ്പോഴും നാം ചെയ്യുവാൻ പോകുകയാണ്. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ വളരെ രസകരമായ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതൊന്ന് വായിക്കാം. നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ.
അങ്ങനെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ സകല ജനവും നീർവാതിലിന്റെ മുമ്പിലുള്ള വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ടു വന്നുകൂടി. യഹോവ ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്ത മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ എസ്രാ ശാസ്ത്രിയോട് പറഞ്ഞു. 7-ാം മാസം 1-ാം തീയതി എസ്രാ പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുൻപാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. നീർവാതിലിനെതിരെയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. സർവ്വജനവും ശ്രദ്ധിച്ചു കേട്ടു. തിരുവചനത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗം അത്രേ ഇത്. 70 വർഷമായി യഹൂദന്മാർ ബാബേൽ പ്രവാസത്തിലായിരുന്നു. അവരിൽ അധിക പങ്കും ദൈവവചനം കേട്ടിട്ടുപോലുമില്ല. ആ കാലങ്ങളിൽ ഇത് അധികം പ്രചരിച്ചിരുന്നില്ല, അതായത് എഴുതപ്പെട്ട ന്യായപ്രമാണം. ഇന്നത്തെ പോലെ 100 കണക്കിന് പരിഭാഷകൾ അന്നില്ലായിരുന്നു. ഒരുപക്ഷെ 1-2 കോപ്പികൾ മാത്രമേ കാണുമായിരുന്നുള്ളൂ. അതിൽ ഒരെണ്ണമാകുന്നു എസ്രായുടെ കൈവശം ഉണ്ടായിരുന്നത്. അവൻ നീർവാതിലിന്റെ മുൻപിൽ നിന്നു, എന്നിട്ടത് വായിച്ചു. ഇങ്ങനെ അവർ ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ചു കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. 8-ാം വാക്യത്തിൽ നാം അത് കാണുന്നു. ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന രേഖ പ്രകാരം ഞാൻ ചിന്തിക്കുന്നത് ലേവി ഗോത്രത്തിലെ പുരുഷന്മാരെ ജനങ്ങളുടെ ഇടയിൽ ഓരോ സ്ഥലങ്ങളിലാക്കി വെച്ചിരുന്നു. എസ്രാ പുരോഹിതൻ ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചതിന് ശേഷം ജനങ്ങൾക്കുള്ള സംശയം തങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്ന ലേവ്യരോട് ചോദിക്കുവാൻ അവസരം നൽകിയിരുന്നു. ലേവ്യർ അതിന്റെ ഉത്തരവും നൽകിയിരുന്നു. ലേവ്യരും ജനത്തിന് ന്യായപ്രമാണത്തെ പൊരുൾ തിരിച്ചു കൊടുത്തുവെന്ന് 8-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കും. അവർ വചനം വായിച്ചത് മാത്രമല്ല, ജനങ്ങൾക്ക് അത് മനസ്സിലാകത്തക്കവണ്ണം വിശദീകരിക്കുകയും ചെയ്തു. അതേ സുഹൃത്തെ, നാം ദൈവവചനം വായിക്കേണ്ടതുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ന് ഇതുവരെ ആയിട്ടും താങ്കൾ ദൈവവചനം എത്ര സമയം വായിച്ചു? എത്ര അധ്യായങ്ങൾ വായിച്ചു? വായിക്കുക എന്നതുകൊണ്ട് മനസ്സിലാക്കണം എന്ന ചിന്തയോടെ മനസ്സിരുത്തി വായിക്കുന്ന അവസ്ഥയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ വല്ലതും ചിന്തിച്ചുകൊണ്ട് വെറുതെ വായിക്കുന്നതിനെക്കുറിച്ചല്ല. ഇന്ന് ദൈവവചനം പഠിക്കുന്നതിന് തടസ്സമായി അനേകം കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണം. സത്യം പറയാതിരിക്കുവാൻ തരമില്ലാത്തതിനാൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇന്ന് ദൈവവചനം പഠിക്കുന്നതിന് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് സഭകൾ തന്നെയാണ്. ഒരു 100 കമ്മിറ്റികളും 1001 പ്രോഗ്രാമുകളും കൊണ്ടാണ് ഇന്ന് സഭ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് സംഘടനകളുണ്ട്, വിനോദങ്ങളുണ്ട്, കമ്മിറ്റികളുണ്ട്, കൺവെൻഷനുകളുണ്ട്, എല്ലാം. എന്നാൽ ദൈവവചനം പഠിക്കുവാനോ പഠിപ്പിക്കുവാനോ എത്ര സമയം എടുക്കാറുണ്ട്? ദൈവവചനമില്ലാതെ ഏത് സഭ നിലനിൽക്കുമെന്നാണ് പറയുന്നത്? ഒരു ആരാധനയിൽ പരസ്യത്തിന് കൊടുക്കുന്ന സമയം ദൈവവചന പഠനത്തിന് വേണ്ടി നൽകിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകാറുണ്ട്. അർത്ഥമില്ലാത്ത പലരുടെയും സാക്ഷ്യത്തിന് നൽകുന്ന സമയം ദൈവവചനം പഠിപ്പിക്കുവാൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്നേ ഉണർവുണ്ടായേനെ. ഒരു കാര്യം ഞാൻ മറക്കുന്നില്ല, അങ്ങനെ പഠിപ്പിക്കുവാൻ കഴിവുള്ള തയ്യാറായി വന്ന ആരും അവിടെ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ കണ്ടവർക്കൊക്കെ സാക്ഷി പറയാനും സമയം കളയാനും നാം കൊടുത്തിരിക്കുന്നത്. ദൈവവചനത്തെ അവഗണിച്ചതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ പരാജയം. അതുകൊണ്ട് ഇന്നിതാ തലമുറകൾക്ക് ദൈവത്തെ വേണ്ട. യുവജനങ്ങൾക്ക് മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും കഴിയാത്ത 100 കൂട്ടം ആചാരങ്ങളിലേക്ക് അവരെ വലിച്ചിഴച്ചുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. ദൈവവചനം ആദ്യം നൽകൂ, അതിനുശേഷമാകട്ടെ ആചാരങ്ങൾ. ഒരു സാധാരണ വിശ്വാസിയെപ്പോലെ ബൈബിൾ അറിയാൻ പാടില്ലാത്ത വ്യക്തി വേറെ കാണില്ല. തുറന്നിട്ട് വേണ്ടേ ഇതറിയുവാൻ? തുറക്കില്ല. ആർക്കും അവരെ ഏത് വഴിക്കും തിരിക്കാം. ദുരുപദേശക്കാർ വന്നാൽ അവരോട് ചേരും, കള്ളം കാണിക്കുവാൻ പറഞ്ഞാൽ അതിൽ ചാടും. എന്നിട്ട് ഇതിനെല്ലാമുള്ള അനുമതി ബൈബിളിൽ ഉണ്ടെന്ന് പോലും അവർ വിശ്വസിക്കുന്നു. എവിടെ എഴുതിയിരിക്കുന്നതെന്ന് മാത്രം അവർക്കറിയില്ല. അവർക്ക് ദൈവവചനം അറിയില്ല. ആരെയും മുറിപ്പെടുത്തുവാൻ ഞാൻ പറഞ്ഞതല്ല, എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാണ്. ദൈവവചനത്തെ അവഗണിച്ച് നാം എത്ര വലിയ തെറ്റാകുന്നു ചെയ്യുന്നതെന്നറിയാമോ? അതുകൊണ്ട് കുറഞ്ഞത് ദൈവവചനം മനസ്സിരുത്തി വായിക്കുക. താങ്കൾക്ക് ഇഷ്ടമുള്ള ഒരു സങ്കീർത്തനമോ ഏതാനും വാക്യങ്ങളോ അല്ല വായിക്കേണ്ടത്, ബൈബിൾ മുഴുവനായും വായിക്കുക. വർഷത്തിൽ കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും മുഴുവൻ വായിക്കുവാൻ ശ്രദ്ധിക്കുക. ഈ പരിശീലനം കുഞ്ഞുങ്ങൾക്കും നൽകുക. ശരിയായ പാത ദൈവവചനം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ താല്പര്യപൂർവ്വം മുൻപോട്ട് വരുന്നവരെ സഹായിക്കുവാൻ താങ്കളോട് കൂടെയുണ്ട് എന്ന് മറക്കരുത്. ആ കാര്യത്തിൽ താങ്കളെ സഹായിക്കുവാൻ ഞങ്ങൾക്കും വളരെയധികം സന്തോഷമേ ഉള്ളൂ. ഇന്ന് തന്നെ ഞങ്ങൾക്ക് എഴുതിയാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളും വേണ്ട മാർഗനിർദ്ദേശങ്ങളും തീർച്ചയായും നൽകി തരുന്നതാണ്. പ്രാർത്ഥിക്കാം.
കർത്താവെ, അവിടുത്തെ വചനം പഠിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ പലപ്പോഴും ദൈവവചനത്തിന്റെ മുൻപിൽ ഇരുന്നിട്ടുള്ളത് നിർവിചാരികളായിട്ടാണ്. പ്രാർത്ഥിച്ചിട്ട് പോലും ഇരുന്നിട്ടില്ല കർത്താവെ. ദൈവവചനം ക്രമമായി വായിക്കുവാൻ ഞങ്ങൾ സമയം എടുത്തിട്ടില്ല കർത്താവെ. ദൈവവചനം പഠിക്കുവാനായി ഞങ്ങൾക്ക് അത്യന്താപേക്ഷിതമായ ഈ കാര്യങ്ങളെ അപ്രകാരം ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കണം. ദൈവകൃപ കൊണ്ട് ഞങ്ങളെ നിറച്ചാട്ടെ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ജീവസന്ദേശം 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 ജീവസന്ദേശം